ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് തൂരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരേക്ക് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 100-150 ഗ്രാം, ഒരു 10-20 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കാം. ഇങ്ങനെ വാട്ടിയെടുത്ത ചെറിയ ഉള്ളി കൊണ്ടുള്ള സാമ്പാർ വളരെ ടേസ്റ്റ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതേ പാനിൽ ഒരു 150 ഗ്രാം വെണ്ടയ്ക്ക നമുക്ക് ഇതേപോലെ വാട്ടിയെടുക്കാം. ഇത് വാട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് 2 മുരിങ്ങക്കായ ചെറുതായി അരിഞ്ഞത് നമുക്ക് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഈ 3 സാധനം വെച്ചുകൊണ്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുരിങ്ങക്കായും വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പൊടികൾ വറുത്തെടുക്കാം. ഒരു കട്ടക്കായത്തിൻ്റെ ഒരു കഷ്ണം നന്നായി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ നമ്മൾ ഫ്ലെയിം കുറച്ച് വേണം പൊടികളൊക്കെ വറുത്തെടുക്കുമ്പോൾ. ഇനി ഇതേ എണ്ണയിൽ 4 ഉണക്കമുളക് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ കൂടെ ഇതും കൂടി ഒരുമിച്ച് വറുത്തെടുക്കാം. ഈ പൊടികൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ കൈയ്യെടുക്കാതെ, അതുപോലെ ഫ്ലെയിം കൂടിയും കുറച്ചും വെച്ച് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇതും കൂടി നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ പാനിൽ അരമുറി തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരേക്ക് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമയം ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തുടർച്ചയായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നാളികേരം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായി നാളികേരത്തിൻ്റെ കൂടെ നന്നായി മൂപ്പിച്ചെടുത്ത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുളകും മല്ലിയും അതുപോലെ കായവും ഉലുവയെല്ലാം ഈ വറുത്ത കൂട്ടിൻ്റെ കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നന്നായി അരച്ചെടുക്കാം. ഇതേ സമയത്ത് നമ്മൾ സാമ്പാർ വയ്ക്കാനുള്ള ഒരു
പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ചിരുന്നു. വെള്ളം തിളയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുരിങ്ങക്കായയ്ക്ക് അല്പം വേവ് കൂടുതലാണ്, അതുകൊണ്ട് മുരിങ്ങക്കായ അല്പം വെന്തതിന് ശേഷം നമ്മൾ ഉള്ളി ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് വഴറ്റി വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. രണ്ട് 3 മിനിറ്റ് കൊണ്ട് ഈ മുരിങ്ങക്കായ വെന്ത് കിട്ടും. ഇനി സാമ്പാറിന് ആവശ്യമായ 2 തക്കാളി 4 മുറിച്ചത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഒരു 3/4 ഭാഗത്തോളം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയ്ക്ക് അധികം വേവില്ല. 1-2 തള തിളയ്ക്കുമ്പോഴേ വെണ്ടയ്ക്ക നേരത്തെ നമ്മൾ വാട്ടിയെടുത്തുകൊണ്ട് 3/4 ഭാഗം വേവ് വാട്ടിയെടുക്കുമ്പോൾ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പും കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് യോജിച്ച് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ, അല്പം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിച്ച് വന്നാൽ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നേരത്തെ പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പുളി ചേർത്ത് നന്നായി ഇളക്കി പുളിയും കൂടി ഒന്ന് വെന്തതിന് ശേഷം നമ്മുടെ സാമ്പാർ റെഡിയായി. സാമ്പാർ ഇപ്പോൾ അല്പം ലൂസായിട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല കൊഴുപ്പുണ്ടായിരിക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ള ഉപ്പെല്ലാം ഇതിൻ്റെ കറക്റ്റാണ്. ഇപ്പം നമ്മുടെ സാമ്പാർ ഏറെക്കുറെ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മല്ലിയില കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഒരു 2 ഉണക്കമുളക് മുറിച്ചതും അല്പം കറിവേപ്പിലയും ചേർത്ത് കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്ത് നമുക്ക് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാർ നമ്മൾ ഒരു 5 മിനിറ്റ് എങ്കിലും
തുറക്കാതെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെയോ വേറെ ഈ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.